മുഖ്യമന്ത്രിയെ പിതൃതുല്യനായി കണ്ട ഇടതുപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്ന പി.വി. അൻവർ. പാർട്ടിയിലെ പല സുപ്രധാന തീരുമാനങ്ങൾക്കും പി.വി. അൻവറിൻ്റെ പിന്താങ്ങലുണ്ടായിരുന്നു. എന്നാൽ ഒരു സമയത്ത് മുഖ്യമന്ത്രിക്കെതിരായി വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പി.വി. അൻവർ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തുന്നു. ആദ്യഘട്ടത്തിലൊന്നും മുഖ്യമന്ത്രിയെ അടച്ചാക്ഷേപിക്കുകയോ അദ്ദേഹത്തിനെതിരെ തുറന്ന പോരിന് പ്രഖ്യാപിക്കുകയോ ചെയ്യാത്ത പി.വി. അൻവർ പിന്നീട് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളും അധിക്ഷേപങ്ങളുമായി രംഗത്തെത്തുന്നു. അങ്ങനെ പി.വി. അൻവർ ഇടതുപക്ഷം വിട്ടുപോകുന്നു. എന്നാൽ MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് വരുന്നില്ല. DMK എന്ന പാർട്ടി കേരളത്തിൽ രൂപീകരിക്കുന്നു. DMKയുടെ MLA ആയി നിയമസഭയ്ക്കുള്ളിലിരിക്കുന്നു. പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾക്ക് വലിയ ജനപങ്കാളിത്തം ലഭിച്ചുവെങ്കിൽ പോലും ശക്തമായ രീതിയിൽ തൻ്റെ പ്രശ്നങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുവാൻ പി.വി. അൻവറിന് സാധിക്കാതെ വരുന്നു. അങ്ങനെ DMK ഏതെങ്കിലും പ്രധാനപ്പെട്ട പാർട്ടിയോട് ലയിപ്പിക്കുവാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ പലരെയും കണ്ട് ഒടുവിൽ കോൺഗ്രസുമായി ഇപ്പോൾ ചർച്ച നടത്തുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ചർച്ച നടത്തുന്നത് ഡൽഹിയിലാണ്. AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലുമായി ചർച്ച നടത്തുന്നുവെന്നും ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് രമേശ് ചെന്നിത്തലയാണ് എന്ന വാർത്തയുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രതിപക്ഷ നേതാവായ VD സതീശനുമായി തുറന്ന പോരിന് പ്രഖ്യാപിച്ചിട്ടുള്ള പി.വി. അൻവർ, ആ പി.വി. അൻവറിനോട് VD സതീശന് മാത്രമാണ് എതിർപ്പുള്ളത്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ സുധാകരനെ മാറ്റണം എന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ഉന്നയിപ്പിച്ചത് VD സതീശനാണ് എന്ന ഒരു ആരോപണം ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കോൺഗ്രസിൽ ഇപ്പോൾ പരക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ VD സതീശനെ ഒറ്റപ്പെടുത്തുക എന്ന തീരുമാനങ്ങൾ പാർട്ടിക്കുള്ളിൽ സജീവമാകുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നു. ഈ സാഹചര്യത്തിൽ പി.വി. അൻവറിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതിൽ രണ്ട് പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളാണ് പാർട്ടി മുൻപോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ളവർ മുൻപോട്ട് വയ്ക്കുന്നത്. അതിൽ ഒന്ന്, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് ജയിച്ചേ മതിയാകും. അതുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായ പല ആരോപണങ്ങളുടെ തെളിവുകളുമായി മുൻനിരയിലേക്ക് എത്തിയിട്ടുള്ള പി.വി. അൻവറിനെ ഒപ്പം നിർത്തുക. കൂടാതെ നിലമ്പൂർ പോലെയുള്ള പല പ്രദേശങ്ങളിലും പി.വി. അൻവറിന് സ്വാധീനം ഏറെയാണ്. ആ സ്വാധീനങ്ങൾ കോൺഗ്രസിന് വോട്ടുകളായി മാറ്റുക. അങ്ങനെ ഒന്നാമത്തെ തീരുമാനം. മറ്റൊന്ന്, VD സതീശനെതിരായുള്ള പടപ്പുറപ്പാടിൽ മുന്നിൽ നിന്ന് നയിക്കുന്നത് ഇനി പി.വി. അൻവർ ആയിരിക്കണം എന്ന തീരുമാനം. ഈ തീരുമാനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷനായ കെ സുധാകരനാണ് എന്ന ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പി.വി. അൻവർ പാർട്ടിയിലുള്ള കാലത്തും ഇല്ലാതിരുന്ന കാലത്തുമൊക്കെ അദ്ദേഹവുമായി വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് രമേശ് ചെന്നിത്തലയും കെ സുധാകരനും. നിലവിലത്തെ സാഹചര്യത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി പി.വി. അൻവർ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ആ കൂടിക്കാഴ്ച ഫലപ്രദമായി മാറുകയാണ് എങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായുള്ള രൂക്ഷമായ ചില ആരോപണങ്ങൾ തെളിവുകളോടുകൂടി മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ പി.വി. അൻവർ തയ്യാറാവുകയും അങ്ങനെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചില അർത്ഥവത്തായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ താഴേക്കിറക്കാം എന്ന തീരുമാനമാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. ഒപ്പം ഏകാധിപത്യ രാഷ്ട്രീയം പുലർത്തുന്നു എന്ന കോൺഗ്രസിലെ ചില നേതാക്കന്മാർ ഉന്നയിക്കുന്ന VD സതീശനെ പുറത്തിരുത്തുക എന്ന തീരുമാനം കൂടി, അല്ലെങ്കിൽ നിശബ്ദനാക്കുക. നിലവിലത്തെ സാഹചര്യത്തിൽ VD സതീശനോട് പാർട്ടിപരമായ ഏത് ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴും അതിനെല്ലാം സംഘടനാ നേതാവായ കെ സുധാകരൻ മറുപടി നൽകുമെന്നാണ് VD സതീശൻ പറയാറ്. അതുതന്നെയാണ് ഇപ്പോൾ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കന്മാർക്കും ആവശ്യം. പാർലമെന്ററി കാര്യം മാത്രം VD സതീശൻ തീരുമാനിച്ചാൽ മതി. പാർട്ടിയിലേക്ക് ആരെ സ്വീകരിക്കണം, ആരെ സ്വീകരിക്കേണ്ട എന്ന തീരുമാനങ്ങൾ എടുക്കുന്നത് KPCC അധ്യക്ഷൻ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കന്മാരാണ് എന്ന വാസ്തവം VD സതീശന് ബോധ്യപ്പെടുത്തുകയാണ് കോൺഗ്രസിലെ ചില നേതാക്കന്മാർ.